യാത്രകൾ എപ്പോഴും ഇങ്ങനെയാണ്, ജീവിതം പോലെ. നമ്മളെ സ്നേഹിക്കുന്നവർ ഒപ്പമുള്ളപ്പോഴേ അതിനൊരു പൂർണ്ണത ഉണ്ടാവും. യാത്രകൾ തുടരുകയാണ്. എത്രമേൽ സരസമാ ലക്ഷ്യങ്ങൾ, അത്രമേൽ കഠിനമോ മാർഗങ്ങൾ. മണ്ണിലാണ് സ്വർഗം, ഈ നിമിഷമാണ് നിൻ പർദീസ. മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്. സോ ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഗൈസ്, അപ്പോൾ പുതിയ വ്ളോഗ് എന്ന് പറയുന്നത് എന്താണെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഒരു ട്രിപ്പാണിത്. ഈ ട്രിപ്പിൽ കുറേ പേരുണ്ട്, എല്ലാവരെയും വഴിയിൽ നമുക്ക് കാണാം. ഇത്രയും പെട്ടെന്ന് ഇന്നേ വരെ ഒരു ട്രിപ്പ് ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല. അതുപോലെ പെട്ടെന്ന് സെറ്റാക്കിയതാണ്. നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് വാൽപ്പാറയാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ പോകുന്ന വഴിക്ക് എനിക്കൊരു 10-15 മിനിറ്റേ ഉള്ളൂ ഫുള്ള് പാക്ക് ചെയ്യാനൊക്കെ ആയിട്ട്. അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സോ ഒരു 15 മിനിറ്റ് കൊണ്ട് എനിക്ക് എങ്ങനെ പാക്ക് ചെയ്യണം, എന്തൊക്കെ സാധനങ്ങൾ എടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ പറ്റുന്ന പോലെ എല്ലാം ഞാൻ ഒന്ന് പാക്ക് ചെയ്തിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ദ വ്ളോഗ് ഗൈസ്, ലെറ്റ്സ് ഗോ. ഫുൾ തട്ടിക്കൂട്ട് പാക്കിംഗ് ആണ്. പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അയ്യോ, അങ്ങനെ നമ്മൾ പാക്കിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇവയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവനെ ഞാൻ ടുബോർഗിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ടുബോർഗ് വന്ന് ഇവന്റെ കാര്യം നോക്കാൻ. കാരണം 2 ദിവസമുള്ള നമ്മൾ ഇപ്പം സമയം എന്ന് പറഞ്ഞാൽ 5:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പം അവിടെ എത്തുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഒരു 8-9 മണിയാവും. അത് കഴിഞ്ഞിട്ട് നാളെ രാവിലെ കുറേ വ്യൂ പോയിന്റിലൊക്കെ പോകുന്നുണ്ട് എന്നാണ് എൻ്റെ പ്ലാൻ. ഇനി അവിടെ പോകുമ്പോൾ എന്തൊക്കെ മാറുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്താണ് എങ്ങനെയാണ് എന്നൊന്നും റെഡിയല്ല. പോയിട്ട് മറ്റന്നാൾ രാവിലെ നമ്മൾ തിരിച്ചു വരുമെന്നാണ് കണക്കൂട്ടൽ. അപ്പോൾ അത്രയ്ക്കുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുള്ളൂ. സോ ഇവയുടെ കാര്യം അപ്പോൾ ഇവനെ ബോർഡിങ്ങിലാക്കണമെന്ന് വിചാരിച്ചു. ഇവയാണെങ്കിൽ ഇന്നോട്ട് ഫുഡൊന്നും കഴിക്കുന്നില്ല. അപ്പം ഞാനിങ്ങനെ ഡബിൾ മൈൻഡഡ് ആണ് ശരിക്കും. പക്ഷേ ടൂർക്ക് നോക്കാൻ പറഞ്ഞുകൊണ്ട് നോക്കിയാണ്. അപ്പോൾ എന്തായാലും ഇറങ്ങി. അപ്പം നമ്മളിപ്പം നേരെ എൻ്റെ വണ്ടിയിൽ ഈഗിളിൻ്റെ അങ്ങോട്ട് പോവാണ്. ഈഗിളിൻ്റെ അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് ഞാൻ, ഈഗിള്, എലി, വിനീത് ബ്രോ, പാച്ചൂസ്, കുഞ്ഞ് എല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തി. ബാക്കി അവരൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയിപ്പം ഞാൻ, എലി, വിനീത് ബ്രോ, കിരൺചേട്ടൻ, നമ്മൾ ഒരു കാറിൽ നമ്മൾ ബഗ് ഇവിടെ ഒതുക്കിയിട്ടുണ്ട്. ഈ 2 ദിവസം കഴിഞ്ഞിട്ടാണ്. ഓക്കെ, അപ്പോൾ അവർ നേരത്തെ പോയി. കാരണം അവർക്ക് അവിടെയൊക്കെ പോയിട്ട് എല്ലാം സെറ്റ് ആക്കണമെന്നുണ്ടായിരുന്നുണ്ട്. അവർ നേരത്തെ പോയി. അപ്പോൾ നമ്മൾ ഇനിയാണ് പോകുന്നത്. ഗൈസ്, നമ്മൾ ഫുള്ളി പാക്കൊക്കെ ചെയ്തു ഇറങ്ങുവാണ്. ആരാ ഡ്രൈവർ? ആരാ? ഹു ഇസ് ദ ഡ്രൈവർ? പ്രൊഫഷണൽ ആണോ ബ്രോ? ഓട്ടിക്കുന്നത്. അതൊരു ഫ്രണ്ടിലാരാ? സീം ആണോ? ഓക്കെ, സോ അപ്പോൾ നമുക്ക് പോവാം. ചേട്ടാ എത്ര രൂപയ്ക്കാ? ഒരു 15 അടിക്കട്ടെ ചേട്ടാ. 15 പെട്രോള്. ഇത് നമ്മളിപ്പോൾ ഇപ്പൊ എത്തിയിരിക്കുന്നത്. നമ്മൾ എവിടെ എത്തിയ സമയം? ഇപ്പം 7:20. നമ്മളിപ്പോ ഈഗിളിന്റെ അടുത്ത് പറഞ്ഞേക്കണെന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ. നമ്മൾ 2 മണിക്കൂറിന് മുന്നേ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടാണ് ഈഗിളിന്റെ അടുത്ത് പറഞ്ഞേക്കണത്. പാവം വിശ്വസിച്ചു. ഏതോ ചായക്കടയിൽ നമ്മളെയും കാത്തിരിക്കുകയാണ്. ചായക്കടയിൽ അവിടെ നിൽക്കുകയാണ് നമ്മളെ കാത്ത്. നമ്മളെ പറ്റിച്ചു. നമ്മളിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയതുള്ളൂ. പക്ഷെ അവൻ ഇതൊക്കെ അറിയുന്നത് ഈ വ്ലോഗ് ഇറങ്ങുമ്പോഴായിരിക്കും അറിയുന്നത്. അളിയ ഇന്ന് നമ്മൾ ചതിച്ചു. നീ അവിടെ ചായയും കുടിച്ചോണ്ടിരുന്നു. ഇതപ്പൊ നമ്മളിപ്പോ ഇവിടെ എത്തിയതുള്ളൂ. നമ്മൾ ഇറങ്ങുന്നതേ ഉള്ളൂ. പെട്രോൾ അടിക്കാൻ കയറിയതേ ഉള്ളൂ. ഇനി എപ്പോ എങ്ങ് എത്തുന്നത് നമുക്കറിയത്തില്ല. നമുക്ക് 7:20 നമ്മൾ അവിടെ ഒരു 11 മണിയാകുമ്പോൾ നമ്മൾ അവിടെ എത്തും. നമ്മൾ മെല്ലെ ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് മെല്ലെ വരത്തുള്ളൂ. കേട്ടാ ഈകളെ, നീ അവിടെ വെയിറ്റ് ചെയ്തി. നമ്മളെ പറ്റി നീ നമ്മള് ട്രിപ്പ് വരത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ നിർബന്ധിച്ച് കൊണ്ടുപോകാ. ഇന്നേക്ക് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് 22ാമത്തെ ദിവസം. ഇന്നലെ ഞാൻ പോണ്ടതാണ്. ഈ പറഞ്ഞ് എന്നെ കൺവിൻസ് ചെയ്ത് ഞാൻ കാലൊടിച്ച് ഞങ്ങൾ പോവാന്ന്. അതുകൊണ്ട് ഞങ്ങള് 11 മണി, ചിലപ്പോൾ 12 മണിയാണ്. ചിലപ്പോൾ ഇന്ന് വരത്തില്ല. ഞങ്ങൾ വേറെ റൂട്ട് പോടാ. നിനക്ക് അങ്ങനെ പോടാ. നമ്മൾ ഇപ്പോൾ നല്ല ഫുഡ് കിട്ടുന്ന കട നോക്കി നടക്കുവാണ്. ഞാനും
എലിയും വിനീത് ബ്രോയും ഒക്കെ ഒരു ഉറക്കം കഴിഞ്ഞിട്ടിരിക്കുകയാണ്. കണ്ട കിരൺ ചേട്ടൻ ഇവിടെ മറ്റേ റേസിംഗ് കളിക്കുകയാണ് വളവിലൊക്കെ. പണ്ട് ഞാനൊരു ബാംഗ്ലൂർ വ്ളോഗിൽ ഞാനൊരു സാധനം ഇട്ടിട്ടുണ്ട്. എന്റെ വ്ളോഗിനെ ഇന്ററപ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് എലി ഓരോന്ന് കയറി പറഞ്ഞു വൈറ്റ് ചെയ്ത് പോണോ? നിനക്ക് വൈറ്റ് ചെയ്ത് പോകണമെങ്കിൽ വല്ല ട്രാവൽ ലോഞ്ചിൽ ഇപ്പൊ കയറി ചെയ്തല്ലേ. നമ്മൾ കട നോക്കട്ടെ കഴിക്കാനുള്ള. വലിയ ഇതേതാ സ്ഥലം ഏതാ? ഞാൻ ഇവിടെ മൂന്നാർ ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ വകയായിട്ടുള്ള റെസ്റ്റോറന്റ് ആണ്. അതെ അതെ ആരെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെയാണ് വന്നത് കഴിക്കാൻ. സ്പൈസ് അരോമാസ് ഓപ്പൺ എയർ റെസ്റ്റോറൻറ്റ്. അതായത് നമുക്ക് എയറിലിരുന്ന് കഴിക്കാൻ പറ്റും ഇവിടെ. ഇത് സൗണ്ട് അല്ലേ? ഇത് സൗണ്ട് അല്ലേ? കിളി കരയുക. സൗണ്ട് ഇട്ടേക്കുന്നത് നമ്മൾ ഒരു കളകളാരം കേൾക്കുന്നുണ്ടോ നിങ്ങൾ? എവിടെ? സൗണ്ടല്ല സൗണ്ടല്ല ഏ ഇതിൻ്റെ സൗണ്ടാ. നല്ല രസം. അയ്യോ അടിപൊളി. ഇതൊക്കെ ഉണ്ടോ? നൈസ് സ്പോട്ട്. എനിക്ക് തോന്നുന്നത് ഏതോ ഒരു വലിയ റിസോർട്ടിൻ്റെ കൂടെയുള്ള റെസ്റ്റോറൻ്റാണ് ശരിക്കും. നമ്മൾ തന്നെ മാപ്പൊക്കെ ഇട്ട് ഇങ്ങോട്ട് കഴിക്കാമെന്ന്. ഓ വൈബ് കൊള്ളാം. നൈസ്. ഇവിടെ പോയി കഴിഞ്ഞാ നൈസ്. നമ്മുടെ ലാസ്റ്റ് ഓർഡറാണ് ഇവിടുത്തെ. 9:30 ഇവിടെ ക്ലോസ് ചെയ്യും. ഫ്രൈഡ് റൈസ്, നൂഡിൽസ് അങ്ങനെയൊക്കെയുള്ള സാധനമുണ്ട്. അതൊക്കെ ഉള്ളൂന്നോ? അതൊക്കെ ഉണ്ട്. ഓക്കെ, കുറേ സാധനങ്ങളുണ്ട്. ഞാനിപ്പോൾ വിശദമായിട്ട് നോക്കിയിട്ട് പറഞ്ഞുതരാം. ചെമ്മീക്ക് ഓർഡർ ചെയ്തിട്ട് തരാം. നമ്മൾ കോഫി കുടിക്കുവാണ്. കട്ടൻ ചായ, ടീ, കോഫി. ഈ വ്ളോഗ് ഒരു മെനകെട്ട വ്ളോഗായിരിക്കുമെന്ന് എനിക്കറിയാം. ഞാൻ നന്നായിട്ടൊന്നുമല്ല എടുക്കുന്നത്. മിക്കവാറും ഞാൻ ഒരു അടുക്കും ചിട്ടല്ലാത്തൊരു വ്ളോഗ് പോലെ. ക്യാമറ വുമൺ. വാവ്, ക്യാമറ ഗേൾ. നൈസ്. കോഫി ഉള്ളാം. ഫുഡിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടുത്തെ സ്പെഷ്യൽ ഫുഡായിട്ടുള്ള ഏറ്റവും സ്പെഷ്യൽ ഫുഡായിട്ടുള്ള ദോശയും ചമ്മന്തിയാണ് നമ്മൾ. കോഫി തന്നില്ല. ഇനി ഇത് കുടിച്ചിട്ട് ഗ്ലാസ്സിൽ 2 അടി അടിച്ചെങ്കിൽ മാത്രമേ അടുത്ത ഫുഡ് വരും. ക്യാമറ ഓണായി റെക്കോർഡിങ്ങിലാക്കിയല്ലോ ഞാൻ. കാര്യമായിട്ട് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ അവരെങ്ങനെ അറിയും? സൂപ്പർ. ഇതെല്ലാം അവൻ കേട്ട് കഴിഞ്ഞ് ഇന്ന് റെസ്റ്റോറൻ്റ് അടയ്ക്കും. ഗൈസ്, നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. നമ്മൾ ഓർഡർ ചെയ്തത് എന്തായിരുന്നു? ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും. ഏറെ എസ്തെറ്റിക് ഷോട്ട്സ് ആയിട്ട് ആഡ് ചെയ്യണേ. സൗണ്ട് പോലും വേണ്ട. പക്ഷേ നീ ഈ വോയിസ് അടക്കം ഇതിനിടുമെന്ന് എനിക്കറിയാം. ഞാൻ എങ്ങനെയാണ് പറയാറുണ്ട് ഏറസിന് വീഡിയോ എടുക്കുമ്പോഴത്തേക്കും കട്ട് ചെയ്യാൻ നടക്കും. ഏറസെ കട്ട് ചെയ്യണേ. സിമ്പിൾ അല്ലേ? അവിടെ എൻ്റെ അളിയൻ ചിക്കനും മാരിനേറ്റ് ചെയ്ത് പാവപ്പെട്ടവൻ അവിടെ ഗ്രില്ലൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈഗിള് അവനെ നമ്പിയിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഈ ബ്ലോഗ് കാണുമ്പം നീ മനസ്സിലാക്കണം, എനിക്കൊന്നും നിന്റെ ഒരു വിശ്വാസം പോലും ഇല്ല. അതവിടെ ഉണ്ടാക്കുന്നതേ കൽക്കരിയല്ല, മനസ്സിലായ? ചിക്കനാണ്. ചിക്കൻ കൊണ്ടാട്ടം. നീ അതുണ്ടാക്കി വരുമ്പോഴത്തേനും നേരം എടുക്കും. അത് വരെ പിടിച്ചിരിക്കാനുള്ള ഹെൽപ്പൊന്നും എനിക്കില്ല. ഞാൻ വല്ല ഗ്യാസും കയറി ചേർത്തു. ആ ഗ്യാസ് ഈ റെസ്റ്റോറൻറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫുഡിൻ്റെ കാശ് ലാഭിക്കാമല്ലോ. നീ ഫോണിൽ സ്കാൻ ചെയ്യും. എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? സൂപ്പറായിരുന്നു. നല്ലായിരുന്നല്ലേ ഗൈസ്? നല്ല ഫുഡായിരുന്നു. ഓൾ ഗുഡ്. ഇത് നമ്മളല്ല ആന കൊണ്ടു കൺഫേം ആണേ. നമ്മളേതോ കാടെത്തി. അയ്യോ കണ്ടോ, കറക്റ്റ് ആന ഇറങ്ങണ പ്രദേശം. ഇപ്പൊ ഒരു ആന വന്നിറങ്ങി ഓടും ഞാൻ. ആന വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് എൻ്റെ അടുത്ത് വെച്ചാ ആന ചെയ്തോളും. പിന്നെ എനിക്ക് ഓടാനുള്ള കഴിവുള്ളതുകൊണ്ട് ഞാൻ ഓടും. വെച്ച് പിടിച്ചങ്ങ് ഓടും. ഗൈസ്, അങ്ങനെ വി റീച്ച്ഡ്. നമ്മളെത്തി. വണ്ടി നിർത്തി. വിനീത് എന്ന് പറയുന്ന പയ്യൻ വിനീതനെ മരിച്ചു. ആള് ടേണിങ്ങിൽ ആള് തീർന്നു. വിളിച്ചിട്ട് കിട്ടിയില്ല. വ്ളോഗാണ്. കൈ വെക്കാടാ, മാറില്ല. ഇടിച്ച് ഉറക്കം കേട്ടാ. എപ്പോ എത്തി?
എന്താ ഇത്? ഞാന് ചിക്കൻ തിന്ന് തീർത്ത്. ചിക്കൻ ഇച്ചിരിയേ ഉള്ളൂ. നീ കൊലസ്ട്രോളേടി മദ്യപിക്കുന്ന ഇവിടെ നിന്ന്? മദ്യമല്ല, ചിക്കൻ 65. ഇത് കഴിച്ചു നോക്കിയ അടിപൊളി സാധനം. ഇതല്ലേ കിട്ടില്ലേ സാധനം? അതെന്തേ പൊടി എന്തേ? ഉറക്കിയോ? കാമിനുള്ള പരിപാടിയിലാണ്. കുറച്ച് ലേറ്റ് ആയി. കുറച്ചല്ല, കുറച്ചധികം. കുറച്ചധികം ലേറ്റ് ആയി. എന്റെ വ്ളോഗാ. ചേട്ടാ എന്താണിത്? 28-ാം തീയതി വരാൻ ഇവിടെ ലൈറ്റ് ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ പരിപാടിയെല്ലാം ഓണായി. ഇന്നിപ്പോൾ എന്താ പരിപാടി എന്ന് അറിഞ്ഞൂടാ. നാളെയാണ് നമ്മുടെ മെയിൻ പരിപാടീസ്. ഒരു കുഞ്ഞുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ പാട്ടൊക്കെ ഇതായിരിക്കും അല്ലേ. ഇവിടെ ഒരു പയ്യൻ കിടന്ന് ഉറക്കമാണ് കേട്ടോ. അയ്യോ എവിടെ അവൻ? ഒരു പയ്യൻ കിടന്ന് സുഖ ഉറക്കമാണ്. ഒരു പയ്യൻ സുഖ ഉറക്കമാ. സോ ഗൈസ്, അപ്പോൾ ഇന്നിപ്പം പ്രത്യേകിച്ച് വേറെ പരിപാടി നമ്മളിവിടെ എത്തി. അത്യാവശ്യം കറങ്ങിയതിൻ്റെ ഒരു തലവേദനയൊക്കെ ഉണ്ട്. സോ ഇന്നൊന്ന് കിടന്ന് ഉറങ്ങി എണീറ്റ് നാളെയാണ് നാളെ എവിടെയൊക്കെ പോകാനായിട്ട് പ്ലാനുണ്ട്. അപ്പോൾ ബാക്കി പരിപാടിയൊക്കെ നാളെ. സോ നമുക്ക് കാണാം. ഓക്കെ. രാവിലെ നമുക്ക് നല്ല കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് പാച്ചൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പാച്ചൂസ് അതെ, എനിക്ക് രാവിലെ ഇവിടെ കിച്ചണിലായിരുന്നു ഇന്നലെ പണി. ഞാൻ പുട്ടുണ്ടാക്കി, കടലക്കറി ഉണ്ടാക്കി, ദോശ ഉണ്ട്, ചട്നി ഉണ്ട്, ചായ ഉണ്ട്. ഒരു തരി ബോധമല്ലാതെ കിടന്നുറങ്ങിയിട്ട് നീ ഡയലോഗ് അടിക്കുന്ന ആരോ ഉണ്ടാക്കിക്കൊണ്ടുവന്നാണിത്. പക്ഷെ നല്ല പുട്ട്, സോഫ്റ്റ് പുട്ട്, പുട്ടും കൊച്ചു കടലക്കറിയും. ഓ അടി വീഡിയോ എടുക്കുവാ അവൻ. വാ നിനക്ക് തരട്ടാടാ. ഏടാ തരട്ടെ? പൊന്നിന് തരട്ടെ? വേണ്ടേ? ഞാൻ പോട്ടെ. ഞാൻ ആൾക്കാരെ കൊതിപ്പിക്കട്ടെ. ഇതാണ് എൻ്റെ ഹോബി. ഓ അടിപൊളി. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ? വൈകിട്ടാണോ ഓഫ് റോഡ്? പിന്നെ ആ പ്രാന്തം പറഞ്ഞ് ഉച്ചയ്ക്കാണ് ഓഫ് റോഡെന്ന്. എന്താ പറഞ്ഞേ? അവനെ ഭ്രാന്താകരം വല്ലതും പറയാം. അവനെ ഭ്രാന്താണ്. ആ ഭ്രാന്ത് കേട്ട് ഉച്ചയ്ക്ക് പോയി ഓഫ് റോഡ്. നമ്മുടെ അടുത്ത് പറഞ്ഞത് ഉച്ചയ്ക്ക് 12 എണീക്കണം, എവിടെയൊക്കെ പോകണം എന്നൊക്കെയാണ് പറഞ്ഞത്. ആള് താഴെ കിടന്ന് സുഖം ഉറക്കാം. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ആൾ ജീവനോടെ ഉണ്ടോ ഇല്ലേന്ന്. പുട്ട് തന്നെ ഇത്ര ഇഷ്ടമുള്ള ഒരു കൊച്ച്. പുട്ട് വേണോ മക്കളെ? പുട്ട് വേണോ? പുട്ട് ആ വേണം. കൊടുത്തേ കൊച്ചിന് പുട്ട് കൊടുത്തേ. കൊച്ചിന് പുട്ട് കൊടുത്തേ. അമ്മാടാ എന്തേ കഴിക്കുന്നേ? പുട്ടാണോ കഴിക്കുന്നേ? നാണോടാ എനക്ക്? കൊടുക്കുന്നു. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഇന്നലെ കാണിച്ചു തരാൻ പറ്റില്ല, ഇന്ന് ഫുള്ള് കാണിച്ചു തരാം. ഇവിടെയാണ് നമ്മൾ ടോട്ടൽ 3 BHK. മുകളിൽ 2 റൂം, താഴെ 1 റൂം. ഇവിടെ ഒരു മലവേടൻ കിടന്നുറങ്ങുന്നുണ്ട്, വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ. എന്താ ഇത്? മനെ 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 കുട്ടേ മോനെ മോനെ എടി തങ്കമേ ഉന്നത്താൻ തേടി വന്നെന്നേ. എത്ര നേരം കിടക്കും? 12 മണിക്ക് എവിടെ മല കയറാൻ പോണെന്ന് പറഞ്ഞു നീ? മരിച്ച്. ഇവിടെ ഒരു തരി ബോധമില്ലാതെ ഒരു ആത്മാവ് കിടപ്പുണ്ട്. ഒരു തരി ബോധമില്ലാതെ. പോയി കുളിയടാ. നീ കുളിക്കുന്ന താഴെ വന്നല്ലേ? കുളിച്ചോ? എന്നിട്ട് ആ ഡ്രസ്സ് തന്നെ ഇട്ടാ? നന്നായിട്ടുണ്ട്. നല്ല പയ്യൻ കേട്ടാ. നമുക്കപ്പോൾ റിസോർട്ട് ടൂർ പോവാം. രസമുണ്ട് ആക്ച്വലി. താഴോട്ട് കാടെന്നാ തോന്നണേ. കാടാണോ? ഏയ് പച്ച്. താഴെ ഉൾക്കാടാന്നാണ് പറയുന്നത്. വഴിയുണ്ടോ? നല്ല പീസായിട്ടുള്ള സ്ഥലം, ഭയങ്കര സൈലൻസ്. കാട്ടി വന്നു കഴിഞ്ഞാൽ സൈലൻസ് എല്ലാം ഉണ്ടാവത്തുള്ളൂ അല്ലേ. ഇവിടെ വഴിയുണ്ട്, നടന്ന് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തിരിച്ച് വരാൻ പറ്റത്തില്ലെന്നാണ് തോന്നുന്നത്. ഇവിടെ ആന വരുമോ? ആന വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുമോ? ഓ ഓക്കെ.
ഓ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ആന വരുമ്പോൾ അവർക്ക് ഇൻഡിക്കേഷൻ കിട്ടും. കറണ്ടാ ഓ വരണ സമയത്ത് ഓണാക്കി വരികയായിരുന്നു അല്ലേ. പക്ഷെ ഇവിടെ നല്ല വെയിലാണിപ്പോൾ. പക്ഷേ ചൂടൊന്നുമില്ല, നമ്മളെ ഒരു ചെറിയ തണുപ്പുള്ള വെയിൽ. കൊള്ളാം, കൊള്ളാം, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. നമ്മളിന്നലെ അൽഫാം വന്ന് ചിക്കൻ ഉണ്ടാക്കിയ സാധനം. ഗൈസ് നമ്മൾ നേരെ പോകുമ്പോൾ അവിടെ കുറേ മലയെ കാണാം, നല്ല അടിപൊളി 2-3 സ്ഥലങ്ങളിലൊക്കെ പോകാമെന്നാണ് പറഞ്ഞത്. എന്നൊക്കെ പറഞ്ഞാൽ അവൻ രാവിലെ 12 മണിക്ക് എണീക്കാൻ പറഞ്ഞാണ്. പക്ഷേ നമ്മളിനിപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ടായിരിക്കും പോകുന്നത്. ഏറ്റവും പള്ളി ഗൈസ് ഇവിടെ നിന്നൊരു വ്യൂ ഉണ്ട്. രക്ഷയില്ല ഗൈസ്. നമ്മള് ബോബോയ് അണഞ്ഞ്. അപ്പൊ ബോബോയ്ക്ക് മരുന്ന് മേടിക്കാൻ വേണ്ടിട്ട് താഴ്ത്തു പോവാ. അന്നേരം നമ്മളിങ്ങനെ വന്നപ്പോ കണ്ടതാ, വെറും വിഷയം. പക്ഷേ ഈ വെയിലൊക്കെ ഒന്ന് താന്നിട്ട് പോണം കേട്ടോ. ഇന്നലെ ഇതുവരെയാണോ ഡ്രിഫ്റ്റ് അടിച്ച് വന്നത്? ഇതെന്താണ് ജുറാസിക് പാർക്കാണോ? എന്റെ മോനെ, ലെറ്റ്സ് ഗോ ഗൈസ്. ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഇവിടുത്തെ റോഡ് വ്യൂ കാണിച്ചു തരാം. ഇത് ഗിയർ ആരിടും, പക്ഷെ ബോബോയ്ക്ക് വണ്ടി ബോബോയ് അണഞ്ഞ്. എന്ത് രസം ഇവിടുത്തെ ഈ റോഡ് വ്യൂ. അയ്യോ രക്ഷയില്ല. മൂന്നാർ ഇവിടുന്ന് ഒരു 25 കിലോമീറ്റേഴ്സ് ഇവിടുന്ന് മൂന്നാറുള്ളൂ. ഈ സ്ഥലത്തിന്റെ പേര് പൂപ്പാറഗിരി. ഗൈസ് വൈകിട്ട്, അതായത് നമ്മൾ വൈകിട്ടാണ് സമയത്ത് ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് ഇവിടുത്തെ റോഡ് വ്യൂ കാണിച്ചു തരാം. സൈഡിൽ ഇത് ശവമായിരിക്കുന്നു. ശവത്തിന് ഒട്ടും വയ്യ, അല്ലെങ്കിൽ എനിക്ക് വണ്ടി ഓടിച്ച് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. വെറും വിഷയ വ്യൂ ആണേ, ഒരു രക്ഷയില്ല. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കാണിക്കാം, അല്ലെങ്കിൽ രണ്ടുപേരും നിര്യാതരാവും. ഓക്കെ, നീ ഇവിടെ നാട്ടിൽ പറഞ്ഞാ പോടാ. തമാശ അറിയടാ. നീ ഇപ്പൊ വരും നല്ലല്ല പറഞ്ഞതിന്. എന്നാ നീ ഇവിടെ വന്നിട്ട് എന്റെ അടുത്ത് പറയത്തുള്ളായിരുന്നു. ഗൈസ് എന്റെ കൂട്ടുകാരെ വരുന്നത് 1.5 വർഷങ്ങൾക്ക് ശേഷം. ഇല്ല 2 വർഷമായ പുറത്തായിരുന്നു. അപ്പൊ അവൻ പെട്ടെന്ന് വിളിച്ചിട്ട് വരുമെന്നൊക്കെ പറയണേ. എനിക്ക് അറിഞ്ഞൂടാ, കള്ളെന്നാ തോന്നണേ. കാരണം ഇപ്പൊ വരുമെന്നല്ല പറഞ്ഞിരുന്നേ ഓൾറെഡി. വെരി ഹാപ്പി. എന്താ ഉച്ചക്കത്തെ ഫുഡ് എന്താ? ചിക്കൻ ബിരിയാണി. ദം ബിരിയാണി ആണോ? ഞാൻ കഴിക്കത്തില്ല കേട്ടോ, ഞാൻ ദമ്മേ കഴിക്കത്തുള്ളൂ. വയറുള്ളവണേ ഇവക്ക്. എനിക്ക് ചിക്കൻ ബിരിയാണി, എല്ലില്ലാത്ത ചിക്കൻ ബ്രസ്റ്റ്, പ്രോട്ടീൻ. അതിലാണ് പ്രോട്ടീൻ കൂടുതൽ. ഡയറ്റൊക്കെ പോയി. പ്രശ്നം പറഞ്ഞാൽ നമ്മളെ ഓഫ് റോഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു ചേട്ടൻ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുക. എടാ നമ്മൾ എങ്ങോട്ടാ പോണേന്ന്? അങ്ങനെയല്ല, ഇവിടുത്തെ മറ്റേ ഓഫ് റോഡ് സ്പോട്ട് എനിക്ക് പേര് പറയാൻ അറിഞ്ഞൂടാ അവിടുത്തെ. അതാണ് ഒന്നാണ് കർണാടകത്ത്. നമ്മളെ പിന്നെ എന്തിനാണ് കൊണ്ടുവന്നേ? എവിടെയൊക്കെ കൊണ്ടുവന്നിട്ട് എടാ ചോദിക്കുന്ന ആരോടെ നിൽക്കുന്നത്? ആ സ്ഥലത്തിന് അറിയാം, തോമാച്ചൻ ചോദിച്ചു നോക്ക്. ഏതോ ഒരു കുന്നിന്റെ വില എന്നാ, അങ്ങനെയല്ല, കറക്റ്റ് കുന്നാർക്ക് കിട്ടണം. കാറ്റാടി കുന്നാ? ദൈവമേ, ഇങ്ങനെയൊക്കെയാണല്ലോ പറയുന്നേ. ഇങ്ങനെയൊക്കെയാണോ ഒരു സ്പോട്ട് പറഞ്ഞു കൊടുക്കണ്ടേ? വിനീത് ബ്രോ, കാറ്റാടിയൊക്കെ ഉള്ള കുന്നെന്ന്. ഇന്ന് ഓഫ് റോഡും പോവില്ല. ഇന്ന് ഈ കട്ടറുള്ള റോഡ് ഇവിടെ താഴെ ഇറങ്ങാൻ മോളിൽ കയറുക. പക്ഷെ കിടില സ്പോട്ടാ, ഒരു രക്ഷയില്ല. ഇത് എവിടെ സ്പോട്ട്? എവിടെയാ? ചതുരംഗപ്പാറയൊക്കെ നമ്മൾ കേറിയതാ ഇതുകൊണ്ട്. അതെ ആണ്. എത്ര ടൈം വേണ്ടി വരും കവറപ്പ് ആവാൻ നമുക്ക്? അത് കുഴപ്പമില്ല. നമുക്ക് എത്ര സമയം എടുക്കും? 5 മണിക്കൂർ എടുക്കുമല്ലേ? എന്നാ ചേട്ടൻ വന്നോ, ഞങ്ങൾ റെഡിയാ.
അവരോട് രാത്രി എന്താ വേണ്ടെന്ന് പറഞ്ഞു. നൈസ് ബിരിയാണി. എന്നെ ഒന്ന് ഒഴിവാക്കി തരുമോ പ്ലീസ്? ഇച്ചിരി കൂടി എന്നെ ഒന്ന് ഒഴിവാക്കി തരുവോടാ? ഇല്ല, ഒഴിവാക്കൂല. ഗൈസ്, അപ്പൊ നമ്മളിപ്പോ ആളിയാ അതിന്റെ പേരെന്തോന്ന്? ചതുരംഗപ്പാറ. ചതുരംഗപ്പാറ. പിന്നെ ബാക്കി 5 സ്പോട്ട് അറിയില്ല. വീഡിയോയിലൊക്കെ അവരോട് ചോദിക്കാൻ വേറെ ഗൈസ്, നമ്മള് ചതുരംഗപ്പാറ പോവാണ്. അപ്പോൾ ഒരു അരമണിക്കൂറിനകത്ത് ഡ്രൈവർ വരും. നമ്മൾ വേറെ എക്സ്ട്രാ ഒരു വണ്ടി വിളിച്ചിട്ടുണ്ട്. ആ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ടാർ ഓട്ടിക്കുന്ന ഈകളാ. അപ്പോൾ എവന്റെ വണ്ടി അങ്ങ് എത്തും പറഞ്ഞുകൂടാ. നമ്മളെന്തായാലും സേഫായിട്ട് ഇങ്ങ് പോയിട്ടെത്തും. കാറിൽ ഞാൻ കയറുന്നില്ല, എവൻ്റെ കൂടെ കയറുന്നില്ല. അവനോട് കയറണമെങ്കിൽ പാച്ചൂസ് ബാക്കി ഇരിക്കണം. ഇതാരാ ഇത്? ഇതാരാ? ശുക്കുറാപ്പിയാണോ ഇത്? ശുക്കുറാപ്പിയാണോ ഇത്? ശുക്കുറാപ്പി ആപ്പിളാണോ? കൊടുത്തുകൊണ്ടോണോ? ആദ്യം നീ ഒന്ന് നിക്കാൻ പഠിക്കും. നിന്നെ കാട്ടി നന്നായിട്ട് ഈ കൊച്ചു ഇരിക്കുന്നുണ്ട്. നീ ആദ്യം ഒന്ന് നിക്ക്. ഞാൻ വേണമെങ്കിൽ ഞാൻ തീരുമാനിക്കണം. കടിച്ചിട്ടേ വല്ലതും കഴിക്കട്ടാ. ഞാൻ പോസ് ചെയ്യണോ ക്യാമറയ്ക്ക്? നീ ക്യാമറയ്ക്ക് പോസ് ചെയ്യണോ? പോസ് ചെയ്യണോടാ നീ? ഇതെന്താ ഇത്? അപ്പൊ നമ്മളിതാ ഓഫ് റോഡ് വേണം, മലയിൽ കയറാൻ പോവാ. നമ്മളെ വണ്ടി വന്നിട്ടുണ്ട്. വണ്ടി കാണിച്ചു തരാം. അപ്പൊ നമ്മള് ഇപ്പോൾ ഇറങ്ങുന്നതായിരിക്കും. നമ്മൾ ഇടിവണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഈഗിൾ അവൻ്റെ താറിലും നമ്മൾ നമ്മുടെ വണ്ടിയിലാണ് പോകുന്നത്. ഇതാണ് നമ്മൾ പോണ വണ്ടി. ഇത് ഈഗിൾ പാർലറാണെന്ന് പറഞ്ഞത്. പക്ഷെ കുറച്ച് റിസ്ക് എന്നൊക്കെയാണ് പറയുന്നത്. നോക്കാം എന്തായാലും. ഹായ് ബ്രോ, ഈ വഴി എങ്ങനെ ഉണ്ടാവും? നമ്മൾ പോകുന്ന വഴി അത്യാവശ്യം ഓഫ് റോഡാണ്. ചെറിയ ടാസ്ക് ആയിരിക്കും. അറിയോ? ഇവരൊക്കെ അറിയോ? ഇവരൊക്കെ അറിയാം നമുക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും പോകുന്ന വഴിക്ക് നമുക്ക് ബാക്കി സെറ്റാക്കാം. അളിയ, നമ്മുടെ വണ്ടി കണ്ടോ? എന്തേലും നിന്റെ വണ്ടി കെട്ടി വലിക്കേണ്ട ആവശ്യമല്ല വന്നു കഴിഞ്ഞാൽ പറയണേ. അളിയാ, ഇതാ നോക്ക്, ഈ വണ്ടിയും ഡ്രൈവ് ഞാൻ. നീ ഇതിൽ നിന്ന് കണ്ടോ ഞാൻ എങ്ങനെ വരുമെന്ന്? വഴി അറിയാത്തോണ്ട്, അല്ലെങ്കിൽ ഞാൻ ഫ്രണ്ടിൽ പോയേനെ. മനസ്സിലായേ? അത്രയും ആവേശം വേണോ? ഇല്ല ഇല്ല ഇല്ല, താറി കയറി ദേവട്ടം കരഞ്ഞോ? ഗൈസ്, അപ്പോൾ നമ്മൾ ഓഫ് റോഡ് പോവാണ്. നമ്മുടെ ബ്രോൻ്റെ പേരെന്താ? പ്രതീഷ് ബ്രോ ആയിരിക്കും നമ്മുടെ ഡ്രൈവർ. ആൻഡ് ലെറ്റ്സ് ഗോ. എക്സ്പ്ലെയിൻ ചെയ്ത് തരണേ ഈ സ്ഥലത്തിനൊക്കെ പറ്റി. സീറ്റ് ആവശ്യമൊന്നുമില്ലല്ലോ. സീറ്റ് ആവശ്യമൊന്നുമില്ല. അപ്പോൾ പോവാം ഗൈസ്, ലെറ്റ്സ് ഗോ. എന്താ എന്തോ ഇടിച്ച് മറിച്ചു കേട്ടോ. അവിടെ എന്തോ ഇടിച്ച് മറിച്ചുകൊണ്ട് ആള് വരുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ ഞാൻ, വിനീത് ബ്രോ, കിരൺ ബ്രോ, പിന്നെ ബോബോയ്. അതില് എലി, ഈഗിള്, പാച്ചൂസ്. ബ്രോ നമ്മൾ സബ്സ്ക്രൈബറാണ്. പിന്നെ അല്ല വിഷയം. അവര് വരും. നമ്മളിലേക്ക് ആദ്യം പോണ എങ്ങോട്ടാ? ചതുരംഗപ്പാറ. ഓക്കെ, നമ്മൾ ആദ്യം ചതുരംഗപ്പാറ, അത് കഴിഞ്ഞിട്ട് രാജാപ്പാറ. ചതുരംഗപ്പാറ, അത് കഴിഞ്ഞിട്ട് രാജാപ്പാറ. ഫുള്ള് പാറകളാണ്. നല്ല ഉറക്കം പറഞ്ഞ നല്ല ബിരിയാണിയൊക്കെ കഴിച്ചപ്പോഴത്തേക്കും കണ്ണൊക്കെ ചോറ്.
നമുക്ക് ചെറിയ പറയുന്ന പ്ലാൻ അമ്മോ രക്ഷയില്ല. ഈ സ്ഥലത്തിന്റെ പേരെന്നാ? ഇത് പൂപ്പാറ. പ്രോപ്പർ പൂപ്പാറ. അങ്ങോട്ട് ഇനി ഓഫ് റോഡാണ് ഫുള്ള് ഗൈസ്. അപ്പോൾ ഇവിടെ ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് ഓഫ് റോഡാണ്. വളരെ വീഡിയോ എടുക്കുന്നില്ലേ? ഈ റോഡ് കൊള്ളാം. അവന്റെ താറ് മിക്കാറും ഒരഞ്ഞ് സ്ക്രാച്ചൊക്കെ ആയി സൈഡൊക്കെ ഒരഞ്ഞ്. ഞാനൊരു കാര്യം പറയട്ടാ, ആ താറിന്റെ ബാക്കിൽ ആ എലി എലിയെടുത്ത് ഈഗിൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്ന ഇല്ലേ? ഈഗിൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എടി നമ്മൾ ഓഫ് റോഡ് കിടക്കുമ്പോൾ വണ്ടി അധികം ഭയങ്കരമായിട്ട് കുലുക്കുന്നൊന്നുമില്ല. കാരണം നമ്മൾ ഭയങ്കര സ്ലോയിലാണ് നമ്മൾ പോണേ. അവളിപ്പോ കൊല വണ്ടിയിലിരിക്കുന്ന ഫീൽ ആയിരിക്കും അവക്ക്. ഇളകി ചെറിച്ചെന്തിരോ നമ്മളെ വണ്ടി കംപ്ലൈന്റ് ആവില്ലേ ബ്രോ? ഇങ്ങനെ കുറെ നാളൊക്കെ ഓടിക്കുമ്പോഴത്തേക്കും അപ്പൊ മെയിൻ്റെനൻസ് ചെയ്തോണ്ടിരിക്കണ്ടേ? പ്ലേറ്റ് ഒക്കെ പൊട്ടും. ലൈറ്റൊക്കെ പൊട്ടുമല്ലേ? പൊട്ടും, മെയിൻ്റെനൻസ് ചെയ്യണം. അയ്യോ റോഡൊക്കെ ഉണ്ടോ? അത് ടോപ്പിൽ ചെറുപ്പം കാണും. ഓ ഹെവൻ. എന്ത് കുത്തു നേരി ഇത് കയറുമോ? പൊടി വായിലും മൂക്കിലൊക്കെ പൊടി. കാണിച്ചരാ ഫ്ലൈറ്റിലിരിക്കുമ്പോഴുള്ള വ്യൂ ഇല്ലേ അല്ലേ? സത്യോളിയാ ഇതെന്ത് വലുതല്ലേ? ദൂരത്ത് കണ്ണോലില്ല. എന്റെ പൊന്നെ തീയോ തീയാണത്. അവിടെ തീ പിടുത്തുണ്ടോ? വേണ്ടോ? അവിടെ കത്തുവാ. This view is so good bro, so good. അളിയാ ഇവിടുന്ന് വീണാണല്ല ചത്തന്ന് കൂട്ടിയാ മതി. ഓ ഹോളി എന്റെ അമ്മ. ഓ മൈ ഗാഡ്.
എന്ത് രസാ. അയ്യോ കുറച്ച് കോട കൂടി ഉണ്ടെങ്കിലേ എന്താട്ടാ. ആ അതെ, ഫുൾ ഗ്രീൻ. ഗൈസ്, ഈ സ്പോട്ടിൻ്റെ പേരാണ് ചതുരംഗപ്പാറ. മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, അടിപൊളി. നല്ല വെയിലുണ്ടെങ്കിലും വലിയ ചൂടൊന്നുമില്ല. ബട്ട് നൈസ് ക്ലൈമറ്റ്, നൈസ് ക്ലൈമറ്റ്. അടുത്ത് നമ്മൾ കള്ളിപ്പാറയാണ് പോണത്. കള്ളിപ്പാറ അതും ഇതുപോലത്തെ ഒരു നല്ല സ്പോട്ടാണ്. പോയി നോക്കാം. എങ്ങനെയുണ്ടായിരുന്നടാ യക്ഷ? എങ്ങനെയുണ്ടായിരുന്നു? ബോബയ്ക്കൊന്നും വയ്യ. കൊള്ളായിരുന്നല്ലേ? ഇഷ്ടപ്പെട്ട്. യെസ്, ഇതാണ് വഴി. നോക്കി. ഓ, ക്ലച്ച് കരിഞ്ഞതിൻ്റെ സ്മെല്ല് പോയി കേട്ടോ. കരിഞ്ഞ സ്മെല്ല് കേട്ടാ, ക്ലച്ച് കരിഞ്ഞതിൻ്റെ. ആൾക്കാർക്ക് പോലും കയറാൻ പറ്റാത്ത വഴിയാണല്ലേ. നമ്മളെ ടിവിയുടെ മീറ്റപ്പ് ഇവിടെ വെച്ചിട്ടായിരുന്നു. ഫോർച്യൂണറും താറും എല്ലാം കൊണ്ടുവന്ന്. ചെറുതായിട്ട് നമ്മുടെ വണ്ടി ഒന്ന് സ്റ്റക്കായി. പൊടിയെന്ന് പറഞ്ഞാൽ അന്യായപ്പൊടി. എൻ്റെ കാലുണ്ടോ, ഷൂസിൻ്റെ കളറൊക്കെ മാറി. ബ്രൗൺ കളറായിരുന്നു. അയ്യോ, നോക്കി ആകാശം തുറന്നെന്ത് വരുന്നതാണ്. നോക്കിയല്ലേ. നമ്മുടെ വണ്ടി ചെറിയൊരു അവിടെ കയറാൻ ഇച്ചിരി പാടാ. അപ്പോൾ ഒന്ന് അല്ല, ഒരു ഫ്ലോയിൽ കയറി വന്നുകൊണ്ടിരുന്നെങ്കിൽ കയറുമായിരുന്നേ. അവിടെ നിന്ന് പോയതിൻ്റെ ഇതേ ഉള്ളൂ. ഉണ്ടോ ഇവിടെ ഈ ഒരു കുത്ത് തേരി ഫുള്ള് പൊടിയാണ് ഇവിടെ. അപ്പോൾ ടയർ നിൽക്കുന്നില്ല ആ വർഷം. അയ്യോ, let's go. ഇത് എവിടെ എത്തിയ നമ്മള്? മുതലാളി ജഗ ജഗ ജഗ. കാട്ടി കുടിയൊക്കെ പോണേട്ടാ. 4x4 ആണെങ്കിൽ സുഖമായിരുന്നല്ലേ? 4x4 ആണെങ്കിൽ ടൂവിൽ വെച്ച് നമ്മള് കയറ്റിയില്ലേ. വട്ടം പോട്ടെ, അല്ലെങ്കിൽ പൊടിയും നേരത്തെ അവിടെയാണ് പോയത്.
ചുമ്മാ ഒരു ഡ്രിഫ്റ്റിംഗ്. അളിയാ സൈഡിലോട്ട് ഇടല്ലേ എന്നെ. Let's go! എന്നെ ഒന്ന് പിടിച്ചോളേ. യെസ്, സൂക്കടിച്ചിട്ട് കൂടുതലാണ് എനിക്കിപ്പം. അളിയ നൈസ് സ്പോട്ട്. നായിന്റെ മോനെ ഒതുക്കം പോടാ. അവന്റെ അയ്യോ വഴി തീർന്ന കൊക്ക. എന്തുവണ്ടിയാ ഇത്? തീവണ്ടിയാ? ചത്ത വണ്ടി. നമ്മളത് ഇതല്ലേ 4x4 അല്ലല്ലോ. പക്ഷെ പുള്ളി പറഞ്ഞ ആദ്യമായിട്ടാണ് 2x2 കയറ്റുന്നതെന്ന്. ആണോ ഇവിടെ? ഇയാളും വന്ന് പറഞ്ഞു മറ്റേ വണ്ടി വരില്ല. ആണോ? പുള്ളി അടിപൊളിയാണ്. അപ്പൊ നമ്മൾ അവിടുത്തെ കുത്തിമറിയെല്ലാം കഴിഞ്ഞ് നമ്മൾ അടുത്ത് പോണേ അക്കാ തങ്കച്ചി പാറയിലാണ് നമ്മൾ അടുത്ത് പോണേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊടിയൊക്കെ അടിച്ചൊരു പരുവായി, പക്ഷേ ഒരു രക്ഷയില്ല. വിഷയമാണ്. കുറച്ച് പൊടി അടിച്ചാലും നല്ല സ്ഥലങ്ങൾ കാണാം. അപ്പോൾ ഇവിടെ വരുന്നവരെ പൊടി അടിക്കാൻ തയ്യാറായിട്ട് വേണം വരാൻ. അതിപ്പോഴേ പറയാം. പക്ഷേ ഒരു മഴ ടൈമൊക്കെ ആണെങ്കിൽ ഇത്രയും പൊടിയിലായിരിക്കും, പക്ഷെ വണ്ടി കുറച്ച് കയറി വരാനൊക്കെ. മഴ ടൈമിലല്ലേ? മഴ ടൈമിൽ വണ്ടി കയറി വരാൻ കുറച്ച് പാടെന്നാണ് പറയുന്നത്. വണ്ടി ഒന്ന് തെറ്റിയ പാളിയല്ലേ, നേരെ താഴോട്ട് ഇവിടെ അങ്ങ് പോകും. അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഞാൻ നിൽക്കണം അങ്ങേറ്റവും താഴെ ആയിരിക്കും. ഒരുമാതിരി തണുപ്പല്ലേ, നല്ല തണുപ്പ്. നമ്മൾ അക്കച്ചിപ്പാറയിൽ അക്കാ തങ്കച്ചിപ്പാറയിൽ എത്തിയിട്ടുണ്ട്. കുഞ്ഞു റോഡായതും. ഡാമുണ്ട് കേട്ടോ അവിടെ. ആ ഡാമിൻ്റെ പേരെന്താണെന്ന് അറിയത്തില്ല. അതൊന്ന് കാണാൻ നല്ല രസമുണ്ട്. സൂം ചെയ്ത് നോക്കാം നമുക്ക് കിട്ടുമെന്ന്. അയ്യോ അതെന്നാ വ്യൂ ആ നോക്കിയേ. സോ ഗുഡ് ബ്രോ. ഞാൻ എൻ്റെ കണ്ണി കൂടി കാണുന്നത് കാണിച്ചു തരാം. God. എല്ലാ ഒരു ക്ലിപ്പ് കണ്ടിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ഇതാണ് അക്കാ തങ്കച്ചിപ്പാറ. ഇതിന്റെ കഥ പറ. ഇതിന്റെ കഥ ഒരു ഏകദേശം പറഞ്ഞു. ഇവിടെ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, അവർ ട്വിൻസ് ആയിരുന്നു. ഇവിടെ
തന്നെയാണ് അവർ ജീവിച്ചതും ഇവിടെ തന്നെയാണ് മരിച്ചതും. അപ്പോൾ അവരുടെ ഓർമ്മയ്ക്കായിട്ടാണ് അവിടെ ഒരു 2 പാറ പോലെ വളർന്നു നിന്നേക്കുന്നതാണ് സിസ്റ്റർ റോക്ക് എന്ന് പറയും. അതെ. ഞാൻ കൂടി നടുക്ക് നിന്നുണ്ടല്ലോ, വേറെ ലെവലായിരിക്കും അളിയ. ഓക്കെ, താങ്ക് യു. വിഷയം സ്പോട്ടാണ്. ഏതാ അകത്തോട്ടൊക്കെ അവിടെ ആനിമൽസ്, ആനയൊക്കെ കുറേ ഉണ്ട്. എന്തിന്റെ മതിയട്ടൻ നാഷണൽ പാർക്ക്. ഫോറസ്റ്റ് അല്ലേ അത്? നൈസ്. ഓ, വിഷയം വ്യൂ ഒന്നും പറയല്ല. വരാതിരുന്നെങ്കിൽ മിസ് ചെയ്തേനെ അളിയ. വരാതിരുന്നെങ്കിൽ മിസ് ചെയ്തേനാട്ടെ ഈ സ്പോട്ടില്. ഗൈസ്, ആരും പേടിക്കണ്ട, എൻ്റെ മൈക്ക് ചെറുതായിട്ടും താഴ്ത്ത് പോയതാണ്, ഒന്നും പറ്റിയില്ല. അതാണ് നമ്മുടെ DJയുടെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത്, ഏനോ കേട്ടോ. പക്ഷെ ഗ്ലാസ് ആണിത്, ഞാൻ ചോദിച്ചാൽ പൊട്ടിയെന്ന്. നല്ല രീതിയിൽ കൈ തെറിച്ച് പോയായിരുന്നു, കണ്ടായിരുന്നു ആ വീഡിയോയിൽ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ സൺസെറ്റൊക്കെ കണ്ടു, വിഷയമായിരുന്നു. ഇപ്പം എല്ലാം പോയി. ഗൈസ്, എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി ട്രിപ്പായിരുന്നു. ഞങ്ങൾ എവിടെ പോയി? 4 സ്പോട്ട് അല്ലേ? 3 സ്പോട്ട്. ഇത് കണ്ടോ, ഈ സൺസെറ്റൊക്കെ അടിപൊളിയായിരുന്നു. എല്ലാം കഴിഞ്ഞ് കുറേ ഫോട്ടോസ് എടുത്ത് അടിപൊളിയായിരുന്നു. കിടിലം, ഒന്നും പറയാനില്ല, കിടിലം. ഞാൻ അങ്ങ് മറിച്ചിട്ടില്ല, എൻ്റെ വണ്ടിയാണ്, നമ്മുടെ വണ്ടിയാണ് കയറി വന്നത് പോലും ആദ്യം, മനസ്സിലായോ? ബ്രോ എൻ്റെ മുഖത്ത് നിന്ന് അതിലോട് മണലെടുക്കാം ബ്രോ. എൻ്റെ മുഖത്ത്, എൻ്റെയും കിരൺചേട്ടൻ്റെയൊക്കെ മുഖത്തുനിന്ന് വീട്ടിൽ പോയിട്ട് കുറച്ച് ഇങ്ങനെ ആടിയ മണൽ പോകും. സത്യം മുടിയിൽ ഫുള്ള് മണ്ണായിരുന്നു, നമ്മുടെ അത്രയ്ക്ക് പൊടിയായിരുന്നു ഒരിടത്ത് നമ്മൾ ട്രാപ്പായപ്പോൾ. നമ്മള് പോയ 3 സ്പോട്ട് അടിപൊളിയായിരുന്നു അല്ലേ? ഇത് നല്ല സ്ഥലമായിരുന്നു, നല്ല സ്ഥലം. എസ്പെഷ്യലി ഇത് ഈ സമയത്ത് ഭയങ്കര രസമുണ്ട്, ഭയങ്കര വളരെ നല്ല ട്രിപ്പായിരുന്നു. ബെസ്റ്റ് എക്സ്പീരിയൻസ്. ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ എടുത്തോണ്ട് വന്ന് ഒരു പാട്ടൊക്കെ ഇട്ട് ഒരു ചായയൊക്കെ ഇവിടെ ഇരുന്ന് കുടിക്കാൻ പറ്റിയുണ്ടല്ലോ, സ്വർഗം. ആണോ? ഇത് മറ്റേ ഗാർഡ് ഡോഗ് ആണിത്. ഹായ്, ഇതാണ് അക്ക തങ്കച്ചി മാരുടെ പട്ടിക്കുഞ്ഞ്. ഹായ്, എന്തായാലും പറയണ്ടോ? ഒന്നും പറയല്ലേ. ഹലോ. നമുക്കിവിടെ വന്നപ്പോഴത്തേക്ക് ഒരു കമ്പനി കിട്ടി. ബ്രോ, ഹേ ബ്രോ, സേ ഹായ്, ദിസ് ഈസ് മൈ ബ്ലോഗ്, മല്ലു സിംഗ് ബ്ലോഗ്സ്. 60,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഒരു ഹായ് പറയൂ. ആരുടെയോ പട്ടിക്കുട്ടിയാ, പ്രായമൊന്നുമില്ല. പ്രായത്തിലൊക്കെ എന്ത് കാര്യം? ഗേൾഫ്രണ്ട് എന്ത്? പിള്ളേരുണ്ടോ? കുഞ്ഞാവുണ്ടോ? കുഞ്ഞാവ അവന് വിഷമം, നമ്മൾ പോകുന്നുണ്ട്. ബൈ ബൈ, പോവാ, ടാറ്റ, ഇനി വരുമ്പോ കാണാം കേട്ടോ, ബൈ ബൈ. കേറ്, അവൻ ചെയ്യത്തില്ല. നീ ഇങ്ങോട്ട് വാ, നീ അവിടെ നിൽക്കുന്ന ഇതാക്കണ്ട. അയ്യേ പേടി, അയ്യേ. ചക്കരെ ബൈ, ടാറ്റ ടാറ്റ, ബൈ ബൈ, ടാറ്റ. പാവം, അവൻ്റെ വിഷമം നോക്ക്. പൊടിയാ, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ടാറ്റ, ബൈ ബൈ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി റിസോർട്ടിൽ പോയിട്ട് കാണാം. നമ്മൾ തിരിച്ച് പോവാണ്. സോ
ഗൈസ് നല്ലൊരു ട്രിപ്പായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ മിസ് ചെയ്തേനെ. അല്ലെ, നിർബന്ധിച്ച് കരഞ്ഞ് കാല് പിടിച്ച് വിളിച്ചുകൊണ്ട് വന്നതാ. യാത്രകൾ എപ്പോഴും ഇങ്ങനെയാണ്, ജീവിതം പോലെ. നമ്മളെ സ്നേഹിക്കുന്നവർ ഒപ്പമുള്ളപ്പോഴേ അതിനൊരു പൂർണ്ണത ഉണ്ടാകും. യാത്രകൾ തുടരുകയാണ്. ഞാൻ എന്തോ ഒരു കണ്ടിന്യൂഷൻ ഇല്ലാത്ത വ്ളോഗ് പോലെയൊക്കെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. എന്തായാലും ഏറെ കണക്ട് ചെയ്ത് അടിപൊളി വ്ളോഗ് ആക്കുന്നുണ്ട് വിശ്വാസം. അപ്പോൾ ബൈ ബൈ ഗൈസ്, ടാറ്റ. അടുത്ത വ്ളോഗായിട്ട് വരാം. ഉടുപ്പടി.